ഹായ് ഹലോ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പുതിയൊരായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് കിച്ചണിലെ ഗ്യാസ് സ്റ്റവ് ചീത്തയായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കിയിട്ട് പറയാവേ. ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഷോപ്പിൽ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലത്തെ ഗ്യാസ് സ്റ്റവ് ആയിരുന്നെങ്കിലും ഇലക്ട്രിക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ കെറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉള്ള കെറ്റിലുണ്ട്, ഹീറ്ററുണ്ട്, AC ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിനും കൊടുക്കും കേട്ടോ. ഷോപ്പിൽ ഹോൾസെയിൽ റേറ്റ് ഇവരുടെ തന്നെ ഷോപ്പ് ആയതുകൊണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ്. ഹോൾസെയിൽ പ്രൈസിന് ഇവർ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ 3 ബർണറിന്റെ ഓരോരോ ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഡിഷ് വാഷിംഗ് ലിക്വിഡ്, സ്പോഞ്ച് വൈപ്സ്, പിന്നെ ബർണർ ക്ലീനർ, അതായത് ഒരു മുട്ടുപിൻ പോലെ വരത്തില്ലേ നമ്മുടെ ഈ ബർണറൊക്കെ ഒന്ന് അടയുമ്പോൾ അതൊന്ന് കുത്തി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിൻ പോലത്തെ ഒരു ഐറ്റം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ലൈഫ് ടൈം വാറണ്ടി ഓൺ ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസിന് ലൈഫ് ടൈം ഉണ്ട്. പിന്നെ 5 ഇയർ വാറണ്ടി ഓഫ് പ്രൊഡക്റ്റിനാണ് കേട്ടോ. 5 ഇയേഴ്സ് ഓഫ് പ്രൊഡക്റ്റിന് വാറണ്ടി ഉണ്ട്. പിന്നെ ബർണർ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാണാനും തന്നെ ഒരു പുതിയൊരു ലുക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു പുതിയൊരു ലുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ കിച്ചണിലൊക്കെ ഒരു പുതിയ ലുക്ക് വരും കേട്ടോ ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് വരുമ്പോൾ. പിന്നെ അത് ഒരു ക്ലിപ്പ് പോലത്തെ എന്തോ ഫസ്റ്റ് എന്തോ ഒരു ക്ലിപ്പ് പോലെ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രദറിന് അറിയാന്നുള്ളതുകൊണ്ട് നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല കേട്ടോ. ബ്രദർ തന്നെയാണ് എല്ലാം ഫിറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഈ സംഭവം ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത് എന്തായിരുന്നാലും എനിക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് മുഖ്യപ്പോഴും അടുപ്പിന്റെ മേളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബർണർ ക്ലീനർ ആണ്. ഇനി ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി, വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ നോക്കി. അത്യാവശ്യം നല്ലപോലെ തീയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.